മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തുകളയാനുള്ള ആസൂത്രിത നീക്കമാണ് പൗരത്വ ബില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. CAA-ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിനാണ് കേരളം തുടക്കമിട്ടിരിക്കുന്നത്. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നും നിശബ്ദരാകാനോ മുട്ടുമടക്കാനോ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ബില്ലിനെതിരായ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്ന കോൺഗ്രസ് ചെയ്യുന്നത് ചരിത്ര നിഷേധമെന്നും പിണറായി പറഞ്ഞു. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതെല്ലാം പണ്ട് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയമം വന്നപ്പോൾ എങ്ങനെ രാജ്യവും കേരളവും പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടിയെ നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേ ഇല്ല, ഒന്നും പ്രതികരിച്ചില്ല. അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല. കോൺഗ്രസിന്റെ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ ചട്ടം വന്നല്ലോ, നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ആലോചിച്ച് പറയുക. ഈ ചട്ടം വന്ന ഉടനെയല്ല ചോദിക്കുന്നത്. ചട്ടം വന്ന ദിവസങ്ങൾ കഴിഞ്ഞു, രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു, പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും ആലോചനയില്ല. ആലോചിക്കട്ടെ എന്നാണ്. കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ. അദ്ദേഹം ചിരിക്കുന്നു, ഗാർഗയും ചിരിക്കുന്നു, മാധ്യമപ്രവർത്തകർ നോക്കുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. അവരത്യന്തം ഭയപ്പാടിൽ, ഉത്കണ്ഠയിൽ എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന നിന്നുകൊണ്ട് കഴിയുന്നത്. അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവരെ മനസ്സിലാക്കണം എന്ന് മാത്രമേ. CCN മലപ്പുറം.